ഹായ് എവറിബഡി. ഇങ്ങനെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? വെയിറ്റ് എങ്ങനെ കുറയ്ക്കും? എന്നത് ഇത് മട്ടൺ ലിവർ പെപ്പർ ഫ്രൈ, സൂപ്പർ ഫ്രൈ, ചിക്കൻ ഗ്രേവി ഫ്രം ബിരിയാണി, சிக்கன் பிரியாணி, ரைத்தா எல்லாம் சுட சுட இருக்கு. முட்டை வாங்க சாப்பிடலாம், வாங்க சாப்பிடலாம். சாப்பிடலாம். இந்த ஜென்மத்துல நீ வெயிட் குறைப்பியா? இல்ல, இன்னைக்கு டயட்ல இருந்தானே. இந்த ஜென்மத்துல அது சாதிக்கும். முடியுமா? முடியும் மாமா, என்னால முடியும். ஃப்ரம் பிரியாணி, சிக்கன் பிரியாணி, ரைத்தா எல்லாம் சுட சுட இருக்கு. முட்டை வாங்க சாப்பிடலாம், வாங்க சாப்பிடலாம். சாப்பிடலாம். இந்த ஜென்மத்துல நீ வெயிட் குறைப்பியா? இல்ல, இன்னைக்கு டயட்ல இருந்தானே. இந்த ஜென்மத்துல இது டாக் லவர்ஸ், பெட் அனிமல் லவர்ஸ்க்கு ரொம்ப இஷ்டப்படும். என்ன கோகில, I'm going to show you. நம்ம செல்சி வந்து படிக்கிறான்னு படிச்சோம். இட்ஸ் லைக் எ சைல்டு இல்ல? டாக் லவர்ஸ்க்கும் മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം പടി കയറുവാണ്. ഇപ്പൊ പടിന്റെ മേലിരുന്ന് തിരിച്ചു വരാൻ അറിയില്ല. അപ്പോ സർപ്രൈസിന്റെ സംഭവം എന്താ വെച്ചാൽ നാട്ടിൽ വരാൻ പോവാണ്. ഞങ്ങളിപ്പോ അഹമ്മദാബാദ് എയർപോർട്ടിലാണ്. കണക്ഷൻ ഫ്ലൈറ്റ് കറക്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ പൂനെ ഇറങ്ങി പൂനെന്ന് കൊച്ചിയിൽ. ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിലാണുള്ളത്. ഞാൻ ഇത്ര പെട്ടെന്ന് ലീവ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 5 ദിവസത്തേക്കുള്ള ലീവാണ് കിട്ടിയാണ്. കുഴപ്പമില്ല. ആക്ച്വലി പോവാനൊരു ദിവസം, വരാനൊരു ദിവസം, ഇടയിലൊരു 3 ദിവസം കഴിഞ്ഞു. പക്ഷെ എന്നാലും വീട്ടിൽ പോകണ എന്നെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇതിന്റെ സർപ്രൈസ് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ വേറെ പല സർപ്രൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ കമന്റുകളിൽ കണ്ടായിരുന്നു. അതൊന്നല്ല, അതാ ഞാൻ പറഞ്ഞ ഒരു മുൻകരുതലില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർപ്രൈസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സർപ്രൈസ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നും എന്നൊക്കെ പറയാൻ കാരണം അതാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്, അത് ഷെയർ ചെയ്തതാണ്. അതായത് സർപ്രൈസ്. ഞാൻ കുറേ ഇപ്പോൾ ഒരു 3-4 മാസമായി നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ അഹമ്മദാബാദിൽ ആണ് ഡ്യൂട്ടി ചെയ്യണേ. അപ്പോൾ ലീവ് കിട്ടിയതിൻ്റെ സന്തോഷം, നാട്ടിൽ വരുന്നതിൻ്റെ സന്തോഷം, അങ്ങനെ. ഓക്കെ, ബൈ. ഹായ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്, നടക്കുകയാണ്. എന്താ പറയുക, ഇന്നലെ നൈറ്റായിരുന്നു. 36 hour ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒക്കെയാണ് വരിക. ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരിക. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായി വരാനുള്ള ഒരു കാരണമുണ്ട്. പക്ഷെ അത് സർപ്രൈസാണ്. അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളൂ. എനിക്ക് ഹാപ്പി ഉള്ള കാര്യമാണ്, എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാർ പറയും ഇതൊക്കെ എന്ത് സർപ്രൈസ്, ഇതൊക്കെ ഇത്ര വീഡിയോ ഇടാണ്ടോ എന്നൊക്കെ തോന്നും. എൻ്റെ ഹാപ്പിനെസ്സാണ് വീഡിയോയിൽ പങ്കുവയ്ക്കണത്. സോ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ. ഞങ്ങളിപ്പോ സ്വിറ്റ്സർലൻഡിലാണ്. ഇതാണ് ടൂർ ഓർഗനൈസർ ചേട്ടൻ, ഗാന്ധി ചേട്ടനാണ് വിളിച്ചത്. ഞാൻ കുറെ ടൂർ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല. എനിക്ക് ടൂർ ഗൈഡെന്നും ടൂർ ഓർഗനൈസർന്നൊന്നും പറയാൻ ഇഷ്ടമല്ല. അടിപൊളിയാണ്. കോൺഫിഡൻസ് രക്ഷയില്ല. എന്നെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്തൊരു പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര
നല്ല ഞാൻ 8 ദിവസം കണ്ടിട്ടുള്ളൂ. നല്ല മനുഷ്യനാണ്. അതുപോലെ തന്നെ പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. സ്കൂൾ ടൈമിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ആക്ടിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫിലിംസിലും അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഫിലിമിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. പുള്ളി വന്നാൽ തന്നെ നമ്മൾ ബസ്സിൽ കയറിയാൽ തന്നെ പുള്ളിക്ക് ഭയങ്കര പോസിറ്റീവ് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലത്തെ ഒരു ടൂർ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പുള്ളി ഇവിടെ ആൾക്കാരെത്താത്ത എന്റെ ടെൻഷനിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് തിരിച്ചു വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം പ്ലീസ് വിളിച്ചുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്തതാണ്. ഓക്കെ.